ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹമി. ഞാൻ പാടിയിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. സംഗീതം അതൊരു തപസ്യാക്കിക്കൊണ്ട്, അതായത് ഒത്തിരി ജോലികൾ ചെയ്തവരും റിട്ടയർഡ് ചെയ്തവരും വീട്ടമ്മമാരൊക്കെ ഒരു കൂട്ടായ്മയുണ്ട് വടകരയിലെ സപ്തസ്വരം മ്യൂസിക്. എനിക്കൊന്ന് ഇന്ന് കേരളത്തിൽ ഉടനീളം നിരവധി വേദികൾ അവർ 12 വർഷത്തോളമായി പരിപാടികൾ അവതരിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന അവരെയാണ്. ആ വ്യക്തിത്വങ്ങൾ നമുക്ക് ഓരോ ആരാന്ന് എന്തൊക്കെ നമുക്കറിയാം. കമോൺ. ആദ്യം തന്നെ നമ്മുടെ ഇതിന്റെ A to Z ഇതിന്റെ കോർഡിനേറ്റർ മാഡത്തിന്റെ പേരെന്തായിരുന്നു? വീട് വടകരത്തിനാണ്. ഹസ്ബൻഡ് ഡോക്ടറാണ്. നമ്മൾ നിരവധി പുരസ്കാരങ്ങൾ അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലേ? അത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഏതായിരുന്നു അവാർഡ്? ഇഷ്ടംപോലെ അവാർഡുകൾ, നിരവധി പുസ്തകങ്ങളൊക്കെ ഈ ഒരു ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് മേഖലയില് സ്റ്റേറ്റ് മാഗസിന്റെ എഡിറ്ററാണ്. അങ്ങനെ എല്ലാ സമയവും അപ്പൊ ഈ ഒരു സംഗീത രംഗത്തേക്ക് ഞാൻ അങ്ങോട്ട് വരട്ടോ. ആരും എല്ലാവരും വരും. അത് ഈ ഒരു സംഗീത മേഖലയ്ക്ക് വളർന്നത് എങ്ങനെയായിരുന്നു? ഒരു 12 വർഷം മുമ്പ് അല്ലേ? 12 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുട്ടികളൊക്കെ എന്നെ വലുതായി പഠിച്ചു വന്നു. മക്കളെ വലുതാവല്ലോ. എറണാകുളം, ഡൽഹി ആ രീതിയിലൊക്കെ പോയി. എന്തെന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. മടുത്തിട്ടില്ല. മടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ ഒരു മേഖല തിരഞ്ഞെടുത്തു. ഇതാണെന്നുള്ള അപ്പൊ മക്കളുടെ പാട്ട് പഠിപ്പിച്ച ഒരു ചന്ദ്രമാഷ് ഉണ്ടായിരുന്നു. മാഷ് ഇപ്പൊ എല്ലാം മരിച്ചു, ഗുരുകൃപ. അപ്പൊ ആ മാഷ് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഞാൻ എപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും മ്യൂസിക്കിനോട് താല്പര്യം എന്താ അറിയില്ല. എന്തായാലും മാഷെ വിളിച്ചു പറഞ്ഞപ്പോ മാഷ് പറഞ്ഞു ഇങ്ങോട്ട് പോര്, ഇവിടുന്ന് പഠിക്കാം. അപ്പൊ അങ്ങനെ വെറുതെ ഒരു ടൈം പാസിന് കയറി. അങ്ങനെ ഈ ഒരു ട്രൂപ്പ് എങ്ങനെ രൂപീകരിക്കുന്നു? ഓക്കെ, പാട്ട് പഠിച്ചു. ഈ ഒരു കാരണം ഇതൊരു വലിയൊരു മോട്ടിവേറ്റ് ആണ്. കാരണം നമ്മൾ ഇവിടെ ഒരു പ്രായമില്ല വിഷയം. നമ്മൾ ഏത് കാര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയത് ശ്രീശാസ്ത്രിനൊക്കെ പറയും. അപ്പൊ അങ്ങനെ അവരുടെ ഒരു വഴി അതിലൊരു സന്തോഷം കണ്ടെത്തിക്കൊണ്ട്. അപ്പൊ ഇതിന് സപ്പോർട്ട് ആരായിരുന്നു? ഈ സപ്പോർട്ട് എന്ന് പറയാൻ ഞങ്ങള് ഫ്രണ്ട്സ് കൂടിയിട്ട് ഇവിടെ പുത്തൂരമ്പലത്തില് പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പൊ പിന്നെ അത് കണ്ടിട്ട് ഒരു കമലേച്ചി എന്ന് പറഞ്ഞ ഇത് ഫസ്റ്റ് അവരാണ് ഒരു ഭജൻസ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പോഴും എനിക്ക് ഭജനനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും കമലേച്ചിയാണ് ഇതിന്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ നന്ദി പറയാണ് ഈ ഒരു സപ്തസ്വരം. അതെ അതെ, തീർച്ചയായും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ. മേഡത്തിന്റെ പേരെന്തായിരുന്നു? തങ്കമണി. എവിടെയാണ് വീട്? പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിനടുത്താണ്. ഹൗസ് വൈഫാണോ അല്ലെ ജോലി ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. ഇദ്ദേഹം? ഞാൻ സത്യൻ, തബല ആർട്ടിസ്റ്റാണ്. ഫേമസ് ആണ്. കലാകാരന്മാർക്ക് അറിയുന്ന വ്യക്തിത്വമാണ്. നിരവധി പുരസ്കാരങ്ങളും സ്റ്റേജുകളിലും വൻകിട എല്ലാ പ്രമുഖ സംഗീതജ്ഞർക്കും ഒക്കെ തബല വായിച്ച ഒരാളാണ്. വിദേശത്തും സ്വദേശത്തും. നമുക്ക് ഇദ്ദേഹത്തിന്റെ പേര്? എന്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ മാഷ്, റിട്ടയർഡ് അധ്യാപകൻ. ഇത് വലിയൊരു കൂട്ടായ്മ, ചെറിയ കളിയൊന്നുമില്ലേ. എല്ലാം പ്രഗത്ഭന്മാരാണ്. ഇദ്ദേഹം റിട്ടയർഡ് അധ്യാപകനാണ്. പ്രത്യേകിച്ച് ഒരു HM ആയിട്ട് റിട്ടയർഡ് ചെയ്താണ്. സാറിന്റെ പേര്? പവിത്രരാജ്. എന്റെ പേര് തന്നെ ഉണ്ടോ? അദ്ദേഹം സംഗീത അധ്യാപകനാണ്. എവിടെയായിരുന്നു ഈ ഒരു ഗാനഭൂഷണം കഴിഞ്ഞതാണോ? എവിടെയായിരുന്നു? ഞാൻ പിന്നെ പ്രൈവറ്റ് ആയിട്ട് മ്യൂസിക് പഠിച്ചത്. പിന്നെ എക്സാം എഴുതിയത് മദ്രാസ് ലോവർ ആൻഡ് ഹയർ പാസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ സ്വർലായി അതിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. യൂസഫ് കച്ചേരിയുടെ പേരിലുള്ള സ്വാതിരുന്നാൾ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം. സ്വാതിരുന്നാൾ സംഗീത ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ പവിത്രരാജ് എന്നാണ്. പവിത്രരാജ്. സപ്തസ്വരയുടെ നെടുന്തൂൺ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് പ്രദീപ്. സ്ഥലം എവിടെയാണ്? കോട്ടക്കല്. നമ്മുടെ നാട്. ഞാൻ നിയർ ബൈ അയനിക്കാടാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പം ഇതില് ഗായകനാണോ? ഇതില് ഗായകനാണ്. 4 വർഷത്തോളായി. അപ്പൊ ഡിവേഷനിലാണോ? ഇനിയിപ്പം അടിപൊളി പാട്ടൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. ഈ 2 വർഷങ്ങളായിട്ട് കുറച്ച് സിനിമാ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സമിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഇന്റർവ്യൂ കണ്ടിട്ട് അതിന് മുമ്പ് ഒരു 2 സിനിമാ പാട്ടായിക്കോട്ടെ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്കായിട്ട്. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാഗസുഖസാഗരത്തിൽ നീരാടി, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. കോട്ടക്കൽ. അവിടെ കോട്ടക്കലൊക്കെ നിരവധി നമ്മളെ ഒരു ഡാൻസ് മെഷീനില്ലേ
പ്രകാശ് കോട്ടക്കൽ, പ്രകാശ് പ്രദീപ് ഇരിങ്ങൽ, നിരവധി. അപ്പം അദ്ദേഹം പ്രദീപ് കോട്ടക്കൽ കുറെ കലാകാരന്മാർ നല്ലൊരു കലാകാരന്റെ വലിയൊരു നാമധേയാണ്. തീർച്ചയായിട്ടും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. നിരവധി കൂടി തീർച്ചയായും. ഇനി നമ്മുടെ വടകരയുടെ മുത്ത് വിനോദ് സാറ്, ഇദ്ദേഹത്തെ കലാകാരന്മാരായിട്ട് അറിയാത്ത ആരും ഉണ്ടാവില്ല. കാരണം എന്റെയൊക്കെ ബാല്യകാലത്ത് നിരവധി തവണ പാടി നടന്നൊരു പാട്ടിന്റെ ഈണം നൽകിയ ആളാണ്. ആ പാട്ട് ഏതാണെന്ന് പറയാമോ? ആരാ പാട്ടെന്ന് പറയാമോ? വി വത്സമാഷ് എഴുതിയ ഏതായിരുന്നു? അരിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ. ഭയങ്കര ആ ഒരു ഈണമാണ് ഇന്നും നമ്മളെ. അത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ മൺമറഞ്ഞാലും ആ പാട്ട് എന്തായാലും, എത്ര ന്യൂജൻ സോങ് വന്നാലും ആ പാട്ട് എന്തായാലും പോകില്ല അല്ലെ? സത്യമല്ല അത്. എത്ര ഗാനങ്ങളൊക്കെ രചന നൽകിയിട്ടുണ്ട്, ഈണം നൽകിയിട്ടുണ്ട്, രചന ഈണമൊക്കെ ഓർമ്മയില്ല. എത്ര വർഷമായി സാർ ഈ ഒരു ഫീൽഡിൽ, മേഖലയിൽ? 50 വർഷമായി. 50 മുമ്പ് പാടും. ഇപ്പം ചെറിയ വോയിസ് നഷ്ടം. എന്നാലും വളരെ സന്തോഷം. ഇ വി മാഷോടുള്ള ഈ ഒരു ഗാനം മനോഹരമാക്കി നമുക്ക് അതിൽ രണ്ടുപേരും സാറൊന്ന് പാടാമോ? പോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്നെ ഓർമ്മകളിൽ വീണുടൻ കരയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. മാഷ രക്ഷയില്ല. അപ്പം പലരും കാണാൻ കൊതിച്ചൊരു മുഖമായിരിക്കും നമ്മളുടെ ചാനലിലൂടെ വീണ്ടും നമ്മുടെ വടകര സാറെ, വിനോദ് സാറെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. എന്തായാലും വളരെ സന്തോഷം. ഇനി നമ്മുടെ ഇതിന്റെ കാമുണ്ട്, നമ്മുടെ റിതം പാഡ് അല്ലെ, തകർത്തുകൊണ്ട് നമ്മുടെ ഈ സപ്തസ്വരയുടെ മ്യൂസിക്കിൽ ഇപ്പൊ ന്യൂജൻ സോങ് ആകുമ്പോൾ അങ്ങനെ കംപ്ലീറ്റ് കമ്പോസിംഗ് അല്ലേ? എങ്ങനെയുണ്ട്? എത്ര വർഷം ഈ ഒരു മേഖലയിൽ? ഞാൻ ഈ മേഖലയിൽ കുറച്ചായി, പക്ഷെ ഇവരോട് കൂടി സപ്തസ്വരയോട് കൂടി കുറച്ച് കാലമായി. പേരെന്തായിരുന്നു? എന്റെ പേര് വിജീഷ്, എഞ്ചിനീയർ ആണ്, മ്യൂസിക് സ്ഥലം ഇവിടെ തന്നെ, ഇവിടെ കരിമനപ്പാട്. അപ്പൊ 2 ജോബും ചെയ്യുന്നുണ്ട്. മാരീഡ് ആണോ? അതെ അതെ. ഫാമിലി എന്ത് ചെയ്യാണ്? വൈഫ് സഹർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, പിന്നെ മോള് LKG. അപ്പൊ എങ്ങനെ വൈഫ് എങ്ങനെ സപ്പോർട്ട് ആണോ? എല്ലാ ഫാമിലി. അപ്പൊ ഈ വർഷം 2020 ഇനിയിപ്പം വരാൻ പോകുന്ന ഫുൾ സീസൺ ആണ്. നമ്മുടെ വർഷങ്ങളും പിന്നെ ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സപ്തസ്വരയെ നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മുടെ മലബാറിലെ ആദ്യത്തെ ഒരു സംരംഭമാണ്. വനിതകൾ തുടങ്ങി ഇന്ന് കേരളത്തിലുടനീളം നിരവധി സംഗീത പരിപാടികൾ ചെയ്ത് വളരെ പ്രശസ്തരും പ്രഗത്ഭരുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ കൂടുതൽ കിടക്കുന്ന ഇവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാർമികേ